നമസ്കാരം, ഞാൻ ശ്രീകുട്ടി. പ്രധാന വാർത്തകൾ. വിജയപുരം പഞ്ചായത്തിലെ പക്കത്തൂഴി ഭാഗത്ത് ജനവാസ മേഖലയിൽ ശ്മശാനം പണിയാൻ പഞ്ചായത്ത് അനുമതി നൽകി. സമീപത്ത് 50ഓളം കുടുംബങ്ങൾ. കുടിവെള്ളം മലിനമാകുന്നുവെന്ന് നാട്ടുകാർ. എതിർപ്പ് ശക്തം. ശബരിമലയിലെ തീവെട്ടിക്കൊള്ള അവിശ്വാസികൾ ഭരിക്കുന്നത് മൂലമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. സ്വർണ്ണക്കവർച്ച വിശ്വാസമൂഹത്തെ സങ്കടത്തിലാഴ്ത്തിയെന്നും MLA. ജിഗ്നേദോ മാർഷൽ ആർട്സ് ചാമ്പ്യൻഷിപ്പിൽ കോട്ടയത്തിന് ഓവറോൾ കിരീടം. കോട്ടയം നേടിയത് 39 പോയിന്റുകൾ. പാലാ പൊൻകുന്നം റോഡിൽ സിമന്റ് ലോഡുമായി പോയ ലോറിയിൽ നിന്നും പ്ലാറ്റ്ഫോം മറിഞ്ഞു വീണു. ലോറി മറിയാത്തത് വലിയ അപകടം ഒഴിവാക്കി. വാർത്തകൾ വിശദമായി. വിജയപുരം പഞ്ചായത്തിലെ പക്കത്തുകുഴി ഭാഗത്ത് ജനവാസ മേഖലയിൽ ശ്മശാനം നിർമ്മിക്കുന്നതിന് ഭരണസമിതി അനുമതി നൽകിയതോടെ തങ്ങളുടെ കുടിവെള്ളം മുട്ടുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. 40 വീട്ടുകാർ ഒരു കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. സമീപത്ത് ശ്മശാനം വന്നാൽ വെള്ളം മലിനമാകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വിജയപുരം പഞ്ചായത്ത് 6-ാം വാർഡിലെ പക്കത്തുകുഴി ഭാഗത്ത് ജനവാസ മേഖലയിലാണ് ശ്മശാനം പണിയുന്നതിന് സ്വകാര്യ വ്യക്തിക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയത്. 40 കുടുംബങ്ങളിലായി 500-ലധികം ആളുകൾ ഈ ഭൂമിക്ക് തൊട്ടടുത്തായി താമസിക്കുന്നു. ഇവിടെ ശ്മശാനം പണിതാൽ തങ്ങളുടെ കുടിവെള്ളം മലിനമാകുമെന്ന് പ്രദേശവാസികൾ ഉറപ്പിച്ചു പറയുന്നു. സമീപത്തെ പടിഞ്ഞാറേക്കര കുടുംബക്കാരുടെ പുരയിടത്തിലെ കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് വാട്ടർ പൈപ്പ് ഇട്ടെടുത്ത് നാട്ടുകാർ ഉപയോഗിക്കുന്നത്. മുകൾ ഭാഗത്ത് ശ്മശാനം പണിതാൽ ഇവിടെ നിന്നുള്ള മാലിന്യം കുടിവെള്ള സ്രോതസ്സിലേക്ക് എത്തുമെന്നും നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായുള്ള ഇവരുടെ കുടിവെള്ള സ്രോതസ്സാണിത്. സമീപത്തുള്ള ബോർമയിലേക്കും ആവശ്യമായ വെള്ളം ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു കാരണവശാലും ശ്മശാനം പണിയാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ഇത് ഞങ്ങളൊക്കെ ഇവിടെ വരുന്ന കാലം മുന്നേ തൊണ്ട് പടിഞ്ഞാറക്കരക്കാർ ഞങ്ങൾക്ക് ഇട്ട് തന്ന ഒരു ചെറിയ ഓലിയായിരുന്നു. അതവർ കിണറൊക്കെ റിങ്ങിറക്കി അവർ ഞങ്ങൾക്കത് പൈപ്പിട്ട് അവരുടെ തോട്ടത്തിൽ കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇട്ട് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞങ്ങളുടെ ഇവരുടെ ഇപ്പോൾ ഒരു മശാനം വരുവാണെങ്കിൽ ആ മശാനത്തിലെ അഴുക്ക് മുഴുവൻ ഇവിടെ വന്ന് ഇത്രയും വീട്ടുകാരും ഇതിനകത്തുള്ള ഇത്രയും വീട്ടുകാർക്കും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് വേറെ പൈപ്പ് ലൈനോ ഞങ്ങൾക്ക് വേറെയുള്ള അങ്ങനെ ഒരു ഞങ്ങൾക്കൊരു കിണർ കുത്താന്ന് വെച്ചാൽ പാറയായതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കാരണവശാലും ഇവിടെ മശാനം വരാൻ പാടില്ല. മശാനം വരാൻ ഞങ്ങളത് അനുവദിക്കത്തില്ല. നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു ബോർമയുണ്ട്. അവരും എടുക്കുന്ന ഈ വെള്ളമാണ്. പിന്നെ അവർക്ക് അതുകൂടാതെ അവിടെ കിണറുമുണ്ട്. അപ്പോൾ ഈ ബോർമ വരെ ഇത് ബാധിക്കും. ആ ബോർമ തുടങ്ങാനായിട്ട് ഒരു 3-4 മാസത്തോളം അവർ പഞ്ചായത്തിൽ കയറി ഇറങ്ങിയിട്ടാണ് അവർക്ക് ഇങ്ങനെ അതിൻ്റെ ലൈസൻസും ഇതെല്ലാം കിട്ടിയത്. അപ്പോൾ ഈ ശ്മശാനം തുടങ്ങാനായിട്ട് അവർക്ക് 3 ദിവസം കൊണ്ട് അതിൻ്റെ പേപ്പർ വർക്കെല്ലാം നടന്നതാണ്. ഇതിനകത്ത് എന്ത് ദുരൂഹതയുണ്ട്, നമുക്ക് ഇത് കണ്ടെത്തണം. പാറ നിറഞ്ഞ പ്രദേശമായതിനാൽ കുടിവെള്ളത്തിന് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു നാട്ടുകാർ. ദൈവാനുഗ്രഹം പോലെ ലഭിച്ച കുടിവെള്ള സ്രോതസ് ഇല്ലാതാക്കാൻ ഒരിക്കലും തങ്ങൾ സമ്മതിക്കുകയില്ലെന്നും പഞ്ചായത്ത് നൽകിയ അനുമതി പിൻവലിക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ അന്വേഷണം കൊടുത്തോ അവിടെ നീ എനിക്ക് ആരോടും പാർട്ടിയായിട്ടോ പേഴ്സണലായിട്ടോ യാതൊരു ഇതുമില്ല. ഈ അന്വേഷണം ഒന്ന് റെഡി ചെയ്ത് കിട്ടണമെന്ന് നാളത്തെ ഭരണസമിതിയിൽ അതൊന്ന് റെഡി ചെയ്ത് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. വാർഡ് മെമ്പർ പോലും അറിയാതെയാണ് ഇവിടെ ശ്മശാനം പണിയാൻ പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിലും ശക്തമായ എതിർപ്പ് തുടരാനാണ് നാട്ടുകാരുടെ ഒറ്റക്കെട്ടായ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിജയപുരം പഞ്ചായത്ത് 6-ാം വാർഡിൽ ശ്മശാനം നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനകീയ പ്രതിഷേധം. നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസ് പടിക്കലേക്ക് മാർച്ച് നടത്തി. വിജയപുരം പഞ്ചായത്ത് പക്കത്തുകുഴി ഭാഗത്ത് ജനവാസ മേഖലയിൽ ശ്മശാനം നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയ വിജയപുരം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനകീയ പ്രക്ഷോഭം. ജനകീയ സമിതി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് വാർഡ് മെമ്പർ പോലും അറിയാതെയാണ് ശ്മശാനം പണിയാൻ പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയതെന്ന് ജനകീയ സമിതി പറയുന്നു. വടവാതൂർ കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് പടിക്കൽ സമാപിച്ചു. തുടർന്ന് PK ഓമനക്കുട്ടൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഇതിലുള്ള ഒരു സമരമുറ നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്വാഗത പ്രാസംഗികനിവിടെ സൂചിപ്പിച്ചു. നമുക്കറിയാം, ഏതാണ്ട് 500 ആൾക്കാരടുത്ത് താമസിക്കുന്ന 10-75 വീട്ടുകാർ ഉള്ള ഒരു പ്രദേശത്ത് ആരും അറിയാതെ ഒരു ശ്മശാനം അവിടെ വരാൻ പോവുകയാണ്. ഒരു ശ്മശാനം അവിടെ വരണമെങ്കിൽ അതിന് ഒട്ടനവധി നടപടിക്രമങ്ങളുണ്ട്. പല പല സ്ഥലങ്ങളിൽ നിന്ന് സാങ്ഷൻ കിട്ടണം. ഈ അനുമതി കിട്ടാതെ പഞ്ചായത്ത് കമ്മിറ്റി, പ്രത്യേകിച്ച് UDF ഭരിക്കുന്ന ഈ വിജയപുരം പഞ്ചായത്ത് കമ്മിറ്റി ഇത് ചെവി അറിയാതെ അതിന് സാങ്ഷൻ കൊടുത്തിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒരു
സാങ്ഷൻ കൊടുത്തിട്ട് അത് മറ്റു ചില തലയിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയും നടക്കുന്നുണ്ട്. വാർഡ് മെമ്പർ ഷിലു തോമസ് അധ്യക്ഷനായി. NC ചാക്കോ, അനിൽ, പ്രകാശൻ, പോൾസൺ പീറ്റർ, രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമലയിലെ തീവെട്ടിക്കൊള്ള അവിശ്വാസികൾ ഭരിക്കുന്നത് മൂലമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയത്ത് തിരുവിതാംകൂർ എംപ്ലോയീസ് ഫ്രണ്ട് കോട്ടയം ഗ്രൂപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് കോട്ടയം ഗ്രൂപ്പ് സമ്മേളന ഉദ്ഘാടനവും സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് സ്നേഹാദരവും നൽകി. കോട്ടയം തിരുനക്കര ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ നടന്ന സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ശബരിമല ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അവിശ്വാസികൾ ഭരിക്കുന്നത് മൂലമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. സ്വർണ്ണ കവർച്ചയും അഴിമതിയും വിശ്വാസ സമൂഹത്തെ ഏറെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സല്യൂട്ട് ചെയ്യാതെ അവിടെ പോകുന്നത് അയ്യപ്പന്റെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. അറ്റൻഷൻ നിൽക്കുകയാണ്. ഞാൻ പറയും, ഈ രൂപത്തിൽ വിശ്വാസമില്ലാത്ത ആളുകള് എന്തിനാ ഈ ഭാരം ചുമക്കാൻ വേണ്ടി അവിടെ പോകുന്നത്? അവർക്ക് അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താണ്? അയ്യപ്പനെ തൊഴുന്നില്ലെങ്കിൽ അവർക്ക് അനുഗ്രഹമില്ലല്ലോ. അനുഗ്രഹമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ സന്നിധാനത്തിന്റെ മേൽ വരെ നടന്നു കയറി പോകുന്നവർ? അവർക്ക് താഴെങ്കിലും എഴുതാൻ പോലെ, ഒരു അമ്പലം കണ്ടാ പമ്പ കണ്ട് വടക്കിയാൽ പോലെ, അതിനേക്കാൾ അപ്പുറത്തേക്ക് അവർ പോകേണ്ട കാര്യമുണ്ടോ? അതും കഷ്ടപ്പെട്ട് മേലിൽ കയറി ചെന്ന് അവിടെ മകരവിളക്കിന്റെ സമയത്ത് അയ്യപ്പന്റെ മുമ്പിൽ അറ്റൻഷൻ നിൽക്കുകയാണ്. ആ മെസ്സേജ് എന്താ നാട്ടിലെ ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്? ജനങ്ങളിലേക്ക് പോകുന്ന മെസ്സേജ് എന്താ? ജനങ്ങളിലേക്ക് പോകുന്ന മെസ്സേജ് സന്നിധാനത്തിൽ അയ്യപ്പനെ വേണമെങ്കിൽ അവഹേളിക്കാം എന്നൊരു മെസ്സേജല്ലേ പോകുന്നത്. ഗ്രൂപ്പ് പ്രസിഡന്റ് മുരളീകൃഷ്ണൻ അധ്യക്ഷനായി. ചടങ്ങിൽ എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ബിജു വി നാഥ് മുഖ്യപ്രഭാഷണം നടത്തി. G. ഗോപകുമാർ, DCC വൈസ് പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കോട്ടയം CR അനൂപ്, നെയ്യാറ്റിൻകര പ്രവീൺ, ലിജു പാവുമ്പ, കാട്ടാക്കട അനിൽ, ജില്ലാ സെക്രട്ടറി പാമ്പാടി സുനിൽ ശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ജീവനക്കാരുടെ കുട്ടികൾക്കുള്ള മൊമന്റോയും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജീത്നെ ദോ മാർഷൽ ആർട്സ് ചാമ്പ്യൻഷിപ്പിൽ കോട്ടയം ജില്ലയ്ക്ക് ഓവറോൾ കിരീടം. 39 മെഡലുകൾ കോട്ടയം കരസ്ഥമാക്കി. കേരള സംസ്ഥാന ജീത് കുന് ദോ മാർഷൽ ആർട്സ് ചാമ്പ്യൻഷിപ്പിൽ കോട്ടയം ജില്ല ഓവറോൾ കിരീടം നേടി. ഇടുക്കി ജില്ല 2ാം സ്ഥാനവും ആലപ്പുഴ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കോട്ടയം നാഗമ്പളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് ട്രോഫികളും മെഡലുകളും വിതരണം ചെയ്തു. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കോട്ടയം ജില്ല 27 സ്വർണവും 10 വെള്ളിയും 2 വെങ്കലവും അടക്കം 39 മെഡലുകളാണ് നേടിയത്. ജില്ലയുടെ വിജയത്തിന് മാസ്റ്റർമാരായ SS സുധീഷ് കുമാർ, നിമിൽ ചെറിയാൻ, സുജിത്ത് ജോൺ, റജി മത്തായി, ശ്യാം ബസൽ, സ്നേഹമോൾ PS, എബിൻ എന്നിവർ നേതൃത്വം നൽകി. പ്രശസ്ത സിനിമാ താരവും മാർഷൽ ആർട്സ് വിദഗ്ധനുമായ ബ്രൂസ്ലി രൂപകൽപ്പന ചെയ്ത ഒരു ഹൈബ്രിഡ് ആയോധന കലയാണ് ജീത് കുനെ ദോ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ പൊൻകുന്നം റോഡിൽ മീനച്ചിൽ വായനശാല ഭാഗത്ത് നിരപ്പേൽ വളവിൽ സിമന്റ് ലോഡുമായി പോയ ലോറിയിൽ നിന്നും പ്ലാറ്റ്ഫോം മറിഞ്ഞു വീണു. ഇന്ന് രാവിലെ 6:15 അപകടം. ലോറി വളവ് തിരിയവേ പ്ലാറ്റ്ഫോം റോഡിലേക്ക് മറിയുകയായിരുന്നു. പൊൻകുന്നം ഭാഗത്തു നിന്നും പാലാ ഭാഗത്തേക്ക് ലോഡുമായി വരികയായിരുന്നു ലോറി. പൊൻകുന്നം ഇടത്തംപറമ്പ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ സാമൂഹിക സുരക്ഷാ പദ്ധതിക്ക് തുടക്കം. കരുതൽ 2025 എന്ന പേരിലുള്ള പദ്ധതിയിൽ വയോജനങ്ങൾക്ക് തുണയാകും. നാടിനു മാതൃകയായി പൊൻകുന്നം ഇടത്തംപറമ്പ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ സാമൂഹിക സുരക്ഷാ പദ്ധതിയായ കരുതൽ 2025 ജീവിതത്തിന്റെ നല്ല കാലം സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടി അധ്വാനിക്കുകയും സായംകാലത്ത് കരുതലിന്റെ തണൽ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നവർക്കായാണ് കരുതൽ 2025 സാമൂഹിക ക്ഷേമ പദ്ധതി. സമൂഹത്തിൽ കുറവുകൾ ഉള്ളവരുണ്ടെന്നും അവരുടെ കുറവുകൾക്ക് പരിഹാരം കാണേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും കരുതൽ 2025 ഉദ്ഘാടനം ചെയ്ത് സാംസ്കാരിക ഗ്രന്ഥശാല പ്രവർത്തക AR മീന പറഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കൊടുക്കുന്നവർ ഒരുപാട് ഞങ്ങളത് കൊടുത്തല്ലോ എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി അധ്വാനിച്ച ആളുകൾക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം എന്ന് മാത്രം അതിനെപ്പറ്റി വിചാരിച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് വാങ്ങുന്ന ആളുകളും ഒട്ടും ഞങ്ങൾ എന്തോ കുറവ് കൊണ്ട് ഞങ്ങളിത് വാങ്ങേണ്ടി വന്നതാണല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യവുമില്ല. ഒരു സമൂഹമാകുമ്പോൾ നമ്മളത് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കടമയാണ്. അപ്പം ഒരാൾക്കൊരു കുറവ് വരുമ്പോൾ അത് നികത്തി പോകേണ്ടത് ചുറ്റുമുള്ളവരുടെ കടമയാണ്.
അപ്പോൾ അത് സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒട്ടും അഭിമാനക്കുറവുമല്ല. അസോസിയേഷൻ പ്രസിഡന്റ് കെ വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സെക്രട്ടറി റെജി ജെ ജോൺ, MS റഷീദ്, VM ജോൺ, രാധാമണി വി, മുണ്ടക്കയം സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി ആനക്കൽ OLH ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് ആനക്കൽ ജുമാ മസ്ജിദ് ഇമാം സിറാജുദ്ദീൻ അബ്രാറി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ജോളി മടക്കക്കുഴിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. മണ്ണിൽ പൊന്നു വിളയിച്ച് കുരുന്നുകൾ. രാമപുരം SHLP സ്കൂളിലെ കുട്ടികളാണ് 58 ഇനങ്ങളിൽ കൃഷി ഇറക്കിയത്. കൃഷിയുടെ കിരീടം ചൂടി പൊന്നു വിളയിച്ച് SHLP സ്കൂൾ രാമപുരം. ഒന്നും രണ്ടുമല്ല 58 ഇനം കൃഷികളാണ് രാമപുരത്തെ LP സ്കൂളിന്റെ അങ്കണത്തിൽ കൃഷി ചെയ്യുന്നത്. വിളവെടുപ്പിന് പാകമായ പയറും പാവലും തക്കാളിയും വെണ്ടയ്ക്കയും കോവയ്ക്കയും എന്തിന് നെല്ല്, കപ്പ, ചോളം, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങി 60-നോടടുത്ത കൃഷികളാണ് SHLP സ്കൂളിൽ കൃഷി ചെയ്യുന്നത്. കുട്ടികൾക്ക് വിഷരഹിതമായ പച്ചക്കറി നൽകുക എന്ന ഉദ്ദേശത്തിൽ ആരംഭിച്ച കൃഷി കഴിഞ്ഞ വർഷത്തേക്കാൾ മികവുറ്റതാകാൻ ഇത്തവണ PTA അംഗങ്ങളും ടീച്ചേഴ്സും പരിശ്രമിക്കുന്നുണ്ട്. കൃഷിയിടത്ത് 100 മേനി വിളവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ കൃഷിയെക്കുറിച്ച് അറിവുണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാമപുരം SHLP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കൃഷിയിടം സന്ദർശിച്ച ശേഷം പറഞ്ഞു. വിദ്യാർത്ഥികൾ കൃഷിത്തോട്ടത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു നൽകി. വിഷരഹിത പച്ചക്കറികളുടെയും ഔഷധസസ്യങ്ങളുടെയും മീൻകുളവും നേരിൽ കണ്ടറിഞ്ഞ മന്ത്രി കുട്ടികളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും പ്രശംസിച്ചു. സന്ദർശന ശേഷം മന്ത്രി കുട്ടികളുമായി സംവദിച്ചു. കൃഷിയിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും വിളവെടുപ്പ് രീതികളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ ദിവസം MLA മാണി സി കാപ്പനും ജോസ് കെ മാണി MPയും സ്കൂളിലെ പച്ചക്കറിത്തോട്ടം സന്ദർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. LBSന്റെ പാമ്പാടി ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ടാലി എന്നിവയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഫോൺ 0481250590 009895041706. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിജയപുരം പഞ്ചായത്തിലെ പക്കത്തൂഴി ഭാഗത്ത് ജനവാസ മേഖലയിൽ ശ്മശാനം പണിയാൻ പഞ്ചായത്ത് അനുമതി നൽകി. സമീപത്ത് 50ഓളം കുടുംബങ്ങൾ. കുടിവെള്ളം മലിനമാകുന്നുവെന്ന് നാട്ടുകാർ. എതിർപ്പ് ശക്തം. ശബരിമലയിലെ തീവെട്ടിക്കൊള്ള അവിശ്വാസികൾ ഭരിക്കുന്നത് മൂലമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. സ്വർണ്ണക്കവർച്ച വിശ്വാസമൂഹത്തെ സങ്കടത്തിലാഴ്ത്തിയെന്നും MLA. ജീത്നി ദോ മാർഷൽ ആർട്സ് ചാമ്പ്യൻഷിപ്പിൽ കോട്ടയത്തിന് ഓവറോൾ കിരീടം. കോട്ടയം നേടിയത് 39 പോയിന്റുകൾ. പാലാ പൊൻകുന്നം റോഡിൽ സിമന്റ് ലോഡുമായി പോയ ലോറിയിൽ നിന്നും പ്ലാറ്റ്ഫോം മറിഞ്ഞു വീണു. ലോറി മറിയാത്തത് വലിയ അപകടം ഒഴിവാക്കി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.